ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫംഗസിന്റെ ഡിഫറെന്റ് ക്ലാസ്സസ് ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞു ഫംഗസ് ഇറ്റ് ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻടു 4 ഡിഫറെന്റ് ക്ലാസ്സസ് എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ഫൈക്കോമൈസിറ്റ്സ്, ആസ്കോമൈസിറ്റ്സ്, ബസിഡിയോമൈസിറ്റ്സ് ആൻഡ് ഡ്യൂട്ടറോമൈസിറ്റ്സ്. ഇങ്ങനെ 4 ക്ലാസ്സസ് ആയിട്ടാണ് ഫംഗസിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. അതിനകത്ത് ഫൈക്കോമൈസിറ്റ്സ് എന്ന് പറയുന്ന ഫംഗസ് ആണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഫൈക്കോമൈസിറ്റ്സ് ഇതിന്റെയൊക്കെ ഹാബിറ്റാറ്റ് എന്താണ്, ഏതാണ് അതിന്റെ മൈസീലിയം, ഏത് ടൈപ്പ് ആണ്, അതേപോലെ അതിന്റെ അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്, സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്, അതിന്റെ എക്സാമ്പിൾസ്, ഇത്രയും മാത്രമാണ് അതിന്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിന്റെ ഓരോ സ്പെഷ്യാലിറ്റി ഒക്കെ നമ്മൾ ഓരോ ക്ലാസ്സസിലും നമ്മൾ പഠിക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഫൈക്കോമൈസിറ്റ്സ് ആണ്. ഫൈക്കോമൈസിറ്റ്സിന് പറയുന്ന വേറൊരു പേരാണ് സൈഗോമൈസിറ്റ്സ്. ഫൈക്കോമൈസിറ്റ്സിന് പറയുന്ന വേറൊരു പേരാണ് സൈഗോമൈസിറ്റ്സ്. ഈ ഫൈക്കോമൈസിറ്റ്സ് ലോവർ ഫംഗയിൽ വരുന്നതാണ് കേട്ടോ. ലോവർ ഫംഗയിൽ വരുന്നതാണ് ഫൈക്കോമൈസിറ്റ്സ്. ദീസ് ആർ ലോവർ ഫംഗൈ. ഓക്കെ, ദീസ് ആർ ലോവർ ഫംഗൈ. അതേപോലെ ഇത് കാണുന്നത് അക്വാറ്റിക് ഹാബിറ്റാറ്റിലും അതുപോലെ തന്നെ ഡീക്കേയിങ് വുഡ് ഇൻ മോയിസ്റ്റ് ആൻഡ് ഡാം പ്ലേസസിലും ഒക്കെയാണ് ഇത് കാണുന്നത്. പിന്നെ ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ആയിട്ട് കാണാറുണ്ട്. പ്ലാന്റ്സിലൊക്കെ ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ആയിട്ട് കാണാറുണ്ട്. സോ ഹിയർ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ഇറ്റ്സ് ഹാബിറ്റാറ്റ്. ഇറ്റ് ഈസ് സീൻ ഇൻ അക്വാറ്റിക് ഹാബിറ്റാറ്റ്, അക്വാറ്റിക് കണ്ടീഷൻ. അതേപോലെ തന്നെ മോയിസ്റ്റ് വാം പ്ലേസസ്, അതേപോലെ തന്നെ ഡാം സോയിലിൽ, ഡാം പ്ലേസസിൽ നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ചീഞ്ഞ് കിടക്കുന്ന ഇടങ്ങളിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് അത് ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഡീക്കേയിങ് വുഡ്സിലൊക്കെ കാണാൻ പറ്റും. ഡീക്കേയിങ് വുഡ് എന്ന് പറഞ്ഞാൽ ചീഞ്ഞ് തുടങ്ങിക്കൊണ്ടിരിക്കുന്ന വുഡിനകത്ത് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ it is seen as obligate parasite. Obligate parasite എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രിക്റ്റ് പാരസൈറ്റ് ആയിട്ടും ഈ പറയുന്ന ഫംഗസിനെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന ഹാബിറ്റാറ്റ് എന്ന് പറയുന്ന അക്വാറ്റിക് ഹാബിറ്റാറ്റിൽ കാണാൻ പറ്റും, മോയിസ്റ്റ് വാം പ്ലേസസിൽ കാണാൻ പറ്റും, ഡാം പ്ലേസസിൽ കാണാൻ പറ്റും, അതേപോലെ ഡീക്കേയിങ് വുഡിൽ കാണാൻ പറ്റും ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ആയിട്ട്. ഒബ്ലിഗേറ്റ് പാരസൈറ്റ് എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് പാരസൈറ്റിനെയാണ് ഒബ്ലിഗേറ്റ് പാരസൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇതിന്റെ മൈസീലിയം എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ മൈസീലിയം ഇറ്റ് ഈസ് അസെപ്റ്റേറ്റ് ആൻഡ് സീനോസൈറ്റിക്. ദ മൈസീലിയം ഓർ ഹൈഫേ ഇറ്റ് ഈസ് ഹൈഫേ ദാറ്റ് ഈസ് അസെപ്റ്റേറ്റ് സീനോസൈറ്റിക്. നമ്മൾ ഇന്നലെ ഓൾറെഡി പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിലെ അസെപ്റ്റേറ്റ് സീനോസൈറ്റിക് ഹൈഫയാണ് ഇവർക്കുള്ളത് കേട്ടോ. അതായത് മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ ആയിരിക്കും. ഇതാണ് ഇതിന്റെ ഹൈഫ എങ്കിൽ ഇതിനകത്ത് കുറേ ന്യൂക്ലിയസ് ഉണ്ടാവും. ഓരോ ന്യൂക്ലിയസിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് സെപ്റ്റം വോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ സീനോസൈറ്റിക് എന്ന് പറഞ്ഞാൽ മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ നമുക്ക് ഈ ഫംഗസിൽ, ഫൈക്കോമൈസിസിൽ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഇനി ഇതിന്റെ അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എങ്ങനെയാന്ന് ചോദിച്ചാൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇറ്റ് ഈസ് സീൻ ഇൻ ദിസ് ഗ്രൂപ്പ് ഓഫ് organism by producing the asexual spores. Asexual spores ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷന്റെ ഭാഗമായിട്ട്. അസെക്ഷൽ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്പൊറാഞ്ചിയയുടെ ഉള്ളിലാണ്. ഇൻസൈഡ് ദ സ്പൊറാഞ്ചിയാണ് അസെക്ഷൽ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്പൊറാഞ്ചിയയുടെ ഉള്ളിലാണ് ഇതിന്റെ അസെക്ഷൽ സ്പോർസിന്റെ പ്രൊഡക്ഷൻ കേട്ടോ, ഇൻസൈഡ് ദ സ്പൊറാഞ്ചിയ. അതുകൊണ്ട് നമുക്ക് എൻഡോജീനസ്ലി അസെക്ഷൽ സ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ്, ദാറ്റ് ഈസ് ദ സൂസ്പോർസ് ആൻഡ് എപ്ലാനോസ്പോർസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ ഫംഗസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അസെക്ഷൽ സ്പോർസ്, സ്പൊറാഞ്ചിയോസ്പോർസ് 2 തരത്തിലുണ്ട്, എപ്ലാനോസ്പോർസും സൂസ്പോർസും നമ്മൾ പറഞ്ഞില്ലേ, അതാണ്. അപ്പൊ അസെക്ഷൽ സ്പോർസ് സ്പൊറാഞ്ചിയയുടെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എൻഡോജീനസ്ലി പ്രൊഡ്യൂസ്ഡ് ആണ്. എൻഡോജീനസ്ലി പ്രൊഡ്യൂസ്ഡ് ആണ്. ഈ എൻഡോജീനസ്ലി പ്രൊഡ്യൂസ്ഡ് സ്പോർസ് ഇത് 2 തരത്തിലുണ്ട്, ദാറ്റ് ഈസ് സൂസ്പോർസ് ആൻഡ് എപ്ലാനോസ്പോർസ്. സൂസ്പോർസ് എങ്ങനെയാണ്? മൊട്ടൈൽ സ്പോർസ് ആണ്. എപ്ലാനോസ്പോർസ് എങ്ങനെയാണ്? നോൺ മൊട്ടൈൽ സ്പോർസ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അല്ലെ. Zoospores and eplanospores are produced as a part of the asexual reproduction. സ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിലാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ആസ് എ റിസൾട്ട് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഫലമായിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൈഗോസ്പോർ ആണ് കേട്ടോ. സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഫലമായിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്
സൈഗോസ്പോർസ് ആണ്. സൈഗോസ്പോർസ് ആണ് സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഫലമായിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സൈഗോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈ ദ ഫ്യൂഷൻ ഓഫ് ടു ഗ്യാമീറ്റ്, രണ്ട് ഗ്യാമീറ്റ്സിന്റെ തമ്മിലുള്ള ഫ്യൂഷൻ വഴിയാണ്. ആ ഗ്യാമീറ്റ്സ് ചിലപ്പോൾ സിമിലർ മോർഫോളജി ഉള്ളതായിരിക്കാം, ദാറ്റ് ഈസ് ഐസോഗ്യാമസ് ടൈപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിസിമിലർ മോർഫോളജി ഉള്ളതായിരിക്കാം, അതായത് അനൈസോഗ്യാമസ് ടൈപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഊഗ്യാമസ് ടൈപ്പ് ഓഫ് ഗ്യാമീറ്റ്സ് ആയിരിക്കാം ഫ്യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഇതിൻ്റെ അകത്ത് ഹൈഫ ഉണ്ടല്ലോ, അതിന്റെ ഹൈഫ നെറ്റ്വർക്ക് ഓഫ് ഹൈഫ ഓർ മൈസീലിയം, അതിനകത്ത് ഒരു സിംഗിൾ ഹൈഫ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഗാമീറ്റാഞ്ചി ആയിട്ട് മാറും. ഇത് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഗാമീറ്റാഞ്ചി ആയിട്ട് മാറും. ആ ഗാമീറ്റാഞ്ചിയയില് ഒരു ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഉള്ള ഒരു ചെറിയ ഗ്യാമീറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും പ്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം ആ മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും കൂടി ഫ്യൂസ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുക, സൈഗോട്ട് ഉണ്ടാവുക. സൈഗോട്ട് മിയോട്ടിക് ഡിവിഷൻ നടന്ന് അത് സ്പോർട്സ് ആയിട്ട് മാറും. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഈ ഹൈഫയിൽ ഒരുപാട് ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ. ഈ ഒരുപാട് ന്യൂക്ലിയസ് ഉള്ള രണ്ട് ഹൈഫകൾ തമ്മിൽ ജോയിൻ ചെയ്താൽ എന്തായി പോകും, എന്തൊക്കെയോ പ്ലോയിഡി ആയി പോകും. ഒരുപാട് നമ്പർ ക്രോമസോംസ് ഒരുമിച്ച് വരും, ഒരുപാട് സെറ്റ്സ് ക്രോമസോംസ് ഒരുമിച്ച് വരും. അങ്ങനെ വരാൻ പാടില്ല. ആ ഗ്യാമീറ്റിൽ സിംഗിൾ സെറ്റ് ക്രോമസോമേ ഉണ്ടാവാൻ പാടുള്ളൂ, ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഹൈഫ വന്നിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഗ്യാമീറ്റാഞ്ചിയ ആയിട്ട് മാറും. ഗ്യാമീറ്റാഞ്ചിയയുടെ ഉള്ളില് ഒരൊറ്റ ഗ്യാമീറ്റേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ആ ഒരൊറ്റ ഗ്യാമീറ്റ് അത് ഇങ്ങനെയായിരിക്കും, ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഉള്ള ഒരു സിംഗിൾ ഗ്യാമീറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഗ്യാമീറ്റ് വേറൊരു ഗ്യാമീറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യാണ് ചെയ്യുക. ഈ രണ്ട് ഗ്യാമീറ്റും കൂടി ഫ്യൂസ് ചെയ്യുമ്പോൾ പ്ലാസ്മോ ഗ്യാമി നടന്നു കഴിയുമ്പോൾ രണ്ട് ന്യൂക്ലിയസും ഒരു ഹൈഫ അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്ട്രക്ചറിന്റെ ഉള്ളിൽ വരും. ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫ്യൂഷൻ നടക്കും. ഇതിന്റെ കേസിൽ ഒരുപാട് നേരം ഒന്നും ഇരിക്കൂല. ദിസ് വിൽ അണ്ടർഗോ ഫ്യൂഷൻ ആൻഡ് ഇറ്റ് വിൽ ഫോം എ ഡിപ്ലോയിഡ് ന്യൂക്ലിയസ്. ഈ ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് അല്ലെങ്കിൽ സൈഗോട്ട് കണ്ടെയ്ൻസ് ഇൻ, ആ സൈഗോട്ട് എന്ന് പറയുന്ന ആ സെല്ല് ദാറ്റ് വിൽ അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് 4 സ്പോർസ്. 4 സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓരോ സ്പോറിലും n നമ്പർ ഓഫ് ക്രോമസോംസ് ആയിരിക്കും ഉണ്ടാവുക, അതായത് ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോംസ് ആയിരിക്കും ഉണ്ടാവുക. ഈ ഓരോ സ്പോറും കംപ്ലീറ്റ് ഓർഗാനിസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത് സൈഗോമൈസിസ് അല്ലെങ്കിൽ ഫൈക്കോമൈസിസിന്റെ കേസിൽ കേട്ടോ. അപ്പൊ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഫലമായിട്ട് ഒരു സീനോസൈറ്റിക് ഹൈഫ, ആ ഒരു ഹൈഫ വന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഗ്യാമീറ്റാഞ്ചിയ ആയിട്ട് മാറും. ആ ഗ്യാമീറ്റാഞ്ചിയ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഹൈഫയാണ്. ആ ഗ്യാമീറ്റാഞ്ചിയയുടെ ഉള്ളിൽ ഗ്യാമീറ്റ് ഫോം ചെയ്യും. ഗ്യാമീറ്റ് ഹാപ്ലോയിഡ് കണ്ടീഷൻ ആയിരിക്കും. ഇങ്ങനെയുള്ള ഒന്നുപോലെ മോർഫോളജിക്കലി സിമിലർ ആയിട്ടുള്ള രണ്ട് ഗ്യാമീറ്റ് ഫ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ മോർഫോളജിക്കലി ഡിസിമിലർ ആയിട്ടുള്ള അനൈസോഗ്യാമസ് ടൈപ്പ് ഓഫ് ഫ്യൂഷൻ നടക്കും, അല്ലെങ്കിൽ ഊഗ്യാമസ് ടൈപ്പ് ഓഫ് ഫ്യൂഷൻ നടന്നിട്ട് അതൊരു സൈഗോട്ട് ആയിട്ട് മാറും. ആ സൈഗോട്ട് ഡിപ്ലോയിഡ് കണ്ടീഷൻ ആയിരിക്കും. ആ സൈഗോട്ടാണ് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് സൈഗോസ്പോർസ് ആയിട്ട് മാറുന്നത്. കണ്ടോ, ഈ സൈഗോസ്പോർസ് ഓരോന്നും ഡെവലപ്പ് ചെയ്തിട്ട് എന്തായിട്ട് മാറും, ഇൻഡിവിജ്വൽ ഓർഗാനിസംസ് ആയിട്ട് മാറും. ഇതാണ് ഇതിന്റെ സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇതിന്റെ കുറെ എക്സാമ്പിൾസ്, കോമൺ എക്സാമ്പിൾസ് ഇറ്റ് ഹാസ് ഗിവൻ ആസ് മ്യൂക്കർ, റൈസോപ്പസ്. ഈ മ്യൂക്കറിന് ഒരു പ്രത്യേകത ഉണ്ട്. മ്യൂക്കർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അസെക്ഷൽ സ്പോർ എപ്ലാനോസ്പോർ ആണ് കേട്ടോ. മ്യൂക്കർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അസെക്ഷൽ സ്പോർ എപ്ലാനോസ്പോർ ആണ്. അതേപോലെ മ്യൂക്കർ, അതേപോലെ റൈസോപ്പസ്, അതേപോലെ റൈസോപ്പസിന് പറയുന്ന വേറൊരു പേരാണ് ബ്രെഡ് മോൾഡ് കേട്ടോ. അതേപോലെ ആൽബുഗോ പാരസൈറ്റിക് ഫംഗസ് ഓൺ മസ്റ്റാർഡ്. നമ്മൾ പറഞ്ഞില്ലേ മസ്റ്റാർഡ് റസ്റ്റ് കോസ് ചെയ്യുന്ന ഫംഗസ് ആണ് ആൽബുഗോ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾസ് ആയിട്ടുള്ളത്. ആൻഡ് അനദർ എക്സാമ്പിൾ ഫോർ ദിസ് ഈസ് Phytophthora infestans. Phytophthora infestans. ഈ Phytophthora infestans എന്ന് പറയുന്ന ഫംഗസ് that cause late blight of potato. പൊട്ടറ്റോന് വരുന്ന ഒരു ഡിസീസ് ആണ് ലേറ്റ് ബ്ലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ലേറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടറ്റോ ദാറ്റ് കോസ് ഗ്രേറ്റ് ഐറിഷ് ഫെമൈൻ.
1800-കളിലാണെന്ന് എനിക്ക് തോന്നുന്നു ഈ പൊട്ടാറ്റോന് വന്ന ഈ ഡിസീസ് കൊണ്ട് അയർലൻഡിൽ വല്ലാതെ ഒരു എന്താണ് സ്റ്റാർവിങ് കണ്ടീഷൻ ഉണ്ടായി. അതുകൊണ്ടാണ് അതിനെ ഗ്രേറ്റ് ഐറിഷ് ഫെമൈൻ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഫൈക്കോമൈസിറ്റ്സിനെ പറ്റി പഠിക്കുന്നത്. ഫൈക്കോമൈസിറ്റ്സ് ഏറ്റവും ലോവർ ഫംഗൈ ഫൈക്കോമൈസിറ്റ്സ് ആണ്. ഫൈക്കോമൈസിറ്റ്സ് അക്വാറ്റിക് ഹാബിറ്റാറ്റിൽ മോയിസ്റ്റ് വാം പ്ലേസസിലും ഡാം പ്ലേസസിലും ഒക്കെ കാണുന്ന ഫംഗസ് ആണ്. ഡീക്കേയിങ് വുഡിലും അതുപോലെ ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ഒക്കെ ആയിട്ട് ഇത് കാണാറുണ്ട്. അതുപോലെ ഇതിന്റെ ഹൈഫ വന്നിട്ട് അസെപ്റ്റേറ്റ് സിനോസൈറ്റിക് ഹൈഫയാണ്. ഇതിന് അസെപ്റ്റേറ്റ് സിനോസൈറ്റിക് ഹൈഫൈറ്റ് പ്രസന്റ് ഓൺലി ഇൻ ഫൈക്കോമൈസിസ്. ഓക്കെ, ആ ഫംഗസിന്റെ 4 ക്ലാസ്സസിൽ ഒരൊറ്റ ഫംഗസിൽ മാത്രമാണ് എന്തുള്ളൂ സിനോസൈറ്റിക് ഹൈഫ ഉള്ളൂ, അല്ലെങ്കിൽ അസെപ്റ്റേറ്റ് ഹൈഫ ഉള്ളൂ. ബാക്കി എല്ലാത്തിനകത്തും സെപ്റ്റേറ്റ് സിംഗിൾ ന്യൂക്ലിയേറ്റഡ് ഹൈഫയാണ്, അല്ലാണ്ട് മൾട്ടി ന്യൂക്ലിയേറ്റ് ഹൈഫ അല്ല. ഇനി ഇതിന്റെ അസെക്ഷൽ സ്പോർട്സ് എൻഡോജീനസ്ലി സ്പൊറാഞ്ചിയയുടെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അത് സൂസ്പോർട്സും എപ്ലാനോസ്പോർട്സും ആണ്. സൂസ്പോർട്സും മോട്ടൈൽ ആണെങ്കിൽ എപ്ലാനോസ്പോർട്സ് നോൺ മോട്ടൈൽ സ്പോർട്സ് ആണ്. സെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കുന്നത് സൈഗോസ്പോർട്സ് വഴിയാണ്. അവിടെ സെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കുന്നത് ചിലപ്പോൾ ഐസോഗ്യാമസ് ടൈപ്പ് ഓഫ് സെക്ഷൽ റിപ്രൊഡക്ഷൻ ആയിരിക്കാം, അനൈസോഗ്യാമസ് ടൈപ്പ് ഓഫ് സെക്ഷൽ റിപ്രൊഡക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഊഗ്യാമസ് ടൈപ്പ് ഓഫ് സെക്ഷൽ റിപ്രൊഡക്ഷൻ ആയിരിക്കാം. എങ്ങനെയാണെങ്കിലും ഒരു സീനോസൈറ്റിക് ഹൈഫ അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഗ്യാമീറ്റാഞ്ചിയ ആവും. ആ ഗ്യാമീറ്റാഞ്ചിയയിൽ ഒരു ഗ്യാമീറ്റ് ഫോം ചെയ്യും. ഗ്യാമീറ്റ് എന്ന് പറയുന്ന ഹാപ്ലോയിഡ് സിംഗിൾ ന്യൂക്ലിയേറ്റ് സ്ട്രക്ചർ ആണ്. ഇങ്ങനെയുള്ള 2 ഗ്യാമീറ്റ് തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടാണ് ഒരു സൈഗോട്ട് ഫോം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 2 ഗ്യാമീറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ പ്രോട്ടോപ്ലാസങ്ങൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ പ്ലാസ്മോഗ്യാമി നടന്നു കഴിയുമ്പോൾ 2 ന്യൂക്ലിയസ് ഒരു സെല്ലിന്റെ ഉള്ളിൽ വരുന്ന നമുക്ക് കാണാം. അത് നമുക്ക് ഡൈക്യാരിയോ സ്റ്റേജിൽ കാണാൻ കഴിയില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ഫ്യൂഷൻ നടക്കുകയും അതൊരു സൈഗോട്ടായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഈ സൈഗോട്ട് വേഗം തന്നെ മിയോട്ടിക് ഡിവിഷൻ നടക്കും. ആ സൈഗോട്ട് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ടാണ് സൈഗോസ്പോർസ് ഉണ്ടാകുന്നത്. ആ സൈഗോസ്പോർ ഓരോന്നും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഓർഗാനിസം ആയിട്ട് ഫോം ചെയ്യുന്ന കാണാം. ഇതിന് കുറെ എക്സാമ്പിൾസ് ആണ് മ്യൂക്കർ, റൈസോപ്പസ്, ആൽബുഗോ. മ്യൂക്കറിലൊക്കെ പ്ലാനോസ്പോർസ് മാത്രമാണ് അതിന്റെ അസെക്ഷൽ സ്പോർസ് എന്ന് പറയുന്നത്. റൈസോപ്പസ് ബ്രെഡ് മോൾഡ് ആണ്. ആൽബുഗോ എന്ന് പറയുന്ന മസ്റ്റാർഡിനെ എഫക്ട് ചെയ്യുന്ന പാരസൈറ്റ് ആണ്. ഫൈറ്റോഫ്തോറ ഇൻഫെസ്റ്റൻസ് എന്ന് പറയുന്നത് പൊട്ടറ്റോനെ എഫക്ട് ചെയ്യുന്ന ഒരു പാരസൈറ്റിക് ഫംഗസ് ആണ്. ലേറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടറ്റോന് കാരണമായിട്ടുള്ള ഫംഗസ് ഈ പറയുന്ന ഫൈറ്റോഫ്തോറ ഇൻഫെസ്റ്റൻസ് ആണ്. ദാറ്റ് കോസ് ഗ്രേറ്റ് ഐറിഷ് ഫെമൈൻ. അയർലൻഡിൽ ഒരു വല്ലാത്തൊരു സ്റ്റാർവിംഗ് കണ്ടീഷൻ ഉണ്ടായത് ഈ പറയുന്ന ഫൈറ്റോഫ്തോറ ഇൻഫെസ്റ്റൻസ് എന്ന് പറയുന്ന ഫൈക്കോമൈസിറ്റ്സിന്റെ ഇൻഫെക്ഷൻ കൊണ്ടാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ആസ്കോമൈസിറ്റ്സ് ആണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ആ ആസ്കോസ്പോർസ് സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സെക്ഷൽ സ്പോർസ് ഉണ്ടല്ലോ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാക്ക് പോലത്തെ ഒരു സ്ട്രക്ചറിന്റെ അകത്താണ്. അതുകൊണ്ടാണ് അതിനെ സാക്ക് ഫംഗസ് എന്ന് പറയാനുള്ള കാരണം കേട്ടോ. ഈ ആസ്കോമൈസിറ്റ്സ് സാധാരണ മൾട്ടി സെല്ലുലാർ ആണ്, പക്ഷെ യൂണിസെല്ലുലാർ ഫംഗസും ഈ പറയുന്ന ആസ്കോമൈസിറ്റ്സിൽ വരുന്നതാണ്. യൂണിസെല്ലുലാർ ഫംഗസിന് എക്സാമ്പിൾ ഈസ്റ്റ് ആണ് കേട്ടോ. സോ ഹിയർ വി ക്യാൻ സേ ആസ്കോമൈസിറ്റ്സ് ഇറ്റ്സ് ഹാബിറ്റാറ്റ് ഒക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡികമ്പോസേഴ്സ് പാരസൈറ്റിക് ആണ്, ഡികമ്പോസേഴ്സ് ആണ്, പാരസൈറ്റിക് ആണ്. അതുപോലെ തന്നെ ദേ ക്യാൻ ബി സീൻ ഇൻ ദ ഫോം ഓഫ് പാരസൈറ്റിക് നെക്സ്റ്റ് ക്ലാസ് നമ്മൾ പഠിക്കുന്ന ആസ്കോമൈസിറ്റ്സ് ആണ്. ആസ്കോമൈസിറ്റ്സിന് പറയുന്ന വേറൊരു പേരാണ് സാക് ഫംഗൈ. ഓക്കെ, ആസ്കോമൈസിറ്റ്സിന് പറയുന്ന വേറൊരു പേരാണ് സാക് ഫംഗൈ. അങ്ങനെ പറയാനുള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ അതിന്റെ സെക്ഷൽ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസ്കസ് എന്ന് പറയുന്ന ചെറിയൊരു സാക്കിന്റെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് അതിന് സാക് ഫംഗസ് എന്ന് പറയുന്നത്. ഈ ആസ്കോമൈസിറ്റ്സിൽ യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ബോത്ത് ടൈപ്പ് ഓഫ് ഫംഗസ് ഈസ് പ്രസന്റ്. ഓക്കെ, യൂണിസെല്ലുലാർ ഫംഗസിന് എക്സാമ്പിൾ ആണ് ഈസ്റ്റ്. യൂണിസെല്ലുലാർ ഫംഗസ് ഉണ്ട്, അതിന് എക്സാമ്പിൾ ആണ് ഈസ്റ്റ്. അതുപോലെ തന്നെ മൾട്ടി സെല്ലുലാർ ഫംഗസും ഉണ്ട്. മൾട്ടി സെല്ലുലാർ ഫംഗസിന് എക്സാമ്പിൾ ആണ് പെൻസിലിയം. അതേപോലെ ഇതിന്റെ ഹാബിറ്റാറ്റ് ഇത് എങ്ങനെയാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ ദിസ് ക്യാൻ ബി സീൻ ഇൻ ദ ഫോം ഓഫ് എ ഡികമ്പോസേഴ്സ് ആയിട്ട് കാണാം, പാരസൈറ്റിക് ഫോമിൽ കാണാം, കോപ്രോഫിലസ് ഫംഗസും ഉണ്ട് ഇതിൻ്റെ അകത്ത് കേട്ടോ. അതായത് ഡികമ്പോസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗാനിക് മെറ്റീരിയലിനെ ഡികമ്പോസ് ചെയ്ത് ജീവിക്കുന്ന സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിട്ട് കാണാം. അതേപോലെ തന്നെ അത് എന്താണ് പാരസൈറ്റിക് ആയിട്ട് കാണാം. അതുപോലെ കോപ്രോഫിലസ് എന്ന് പറഞ്ഞാൽ ഡങ്ങിലൊക്കെ വളരുന്ന ഓർഗാനിസംസ് ആണ് കേട്ടോ. കോപ്രോഫിലസ് ടൈപ്പ് ഓഫ് ഫംഗസ് ഈസ് ഓൾസോ പ്രസന്റ് ഇൻ ഇറ്റ്.
Okay, coprophilous fungus is also seen in this. Saprophytic mode of nutrition കാണിക്കുന്നതും ഡികമ്പോസേഴ്സും പാരസൈറ്റിക് അല്ലെങ്കിൽ കോപ്രോഫിലസ് കണ്ടീഷനിൽ കാണുന്ന ഓർഗാനിസത്തിലൊക്കെ നമുക്ക് ഈ ഒരു ഗ്രൂപ്പിൽ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഇതിന്റെ മൈസീലിയം വന്നിട്ട് സെപ്റ്റേറ്റ് മൈസീലിയം ആണ് ഇവർക്കുള്ളത്. സെപ്റ്റേറ്റ് മൈസീലിയാണ്, സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ച്ഡ് മൈസീലിയാണ് ഇവർക്ക് ഉള്ളത് കേട്ടോ. ടൈപ്പ് ഓഫ് മൈസീലിയം ഇറ്റ് ഈസ് സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ച്ഡ്. ഓക്കെ, അതേപോലെ തന്നെ ഇതിന്റെ അസെക്ഷൽ സ്പോർസ് എക്സോജീനസ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്ന കൊനീഡിയാണ്. ഓൺ കൊനീഡിയോഫോറും എക്സോജീനസ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്ന കൊനീഡിയാസ് ആണ്. അത് ബേസിപീറ്റൽ അറേഞ്ച്മെന്റ് ആണ് ഇതിന് ഉള്ളത് കേട്ടോ. ബേസിപീറ്റൽ അറേഞ്ച്മെന്റ് ആണ്. ഈ ഓരോ കൊനീഡിയും ജെർമിനേറ്റ് ചെയ്ത് ഒരു കംപ്ലീറ്റ് മൈസീലിയ ആയിട്ട് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. അതേപോലെ തന്നെ ഈ ഫംഗസിലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ആസ്കോസ്പോർസ് ഫോം ചെയ്തിട്ടാണ് കേട്ടോ. എങ്ങനെയാണ് ആസ്കോസ്പോർസ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഫലമായിട്ട് 2 കമ്പാറ്റിബിൾ ഹൈഫ അടുത്തടുത്ത് വരികയും അവിടെ പ്ലാസ്മോഗ്യാമി, കാരിയോഗ്യാമി ആൻഡ് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ടാണ് ആ 3 സ്റ്റെപ്പ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ആസ്കോമൈസിസിന്റെ കേസിൽ കേട്ടോ. ആ 3 സ്റ്റേജസ് നമ്മൾ പ്ലാസ്മോഗ്യാമി, കാരിയോഗ്യാമി ആൻഡ് സൈഗോട്ടിക് മിയോസിസ് പറഞ്ഞില്ലേ, ഈ 3 സ്റ്റെപ്പ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും ആസ്കോമൈസിസിന്റെ ബസിഡിയോമൈസിസിന്റെ കേസിൽ. അപ്പൊ ആസ്കോമൈസിസില് 2 compatible hyphas will come together. 2 compatible hyphas will come together and undergo plasmogamy. Okay, എങ്ങനെയാന്ന് ചോദിച്ചാൽ see here, if this is a hypha and this will join with another hypha like this is 2 compatible hypha and we can see it will undergo plasmogamy and it produces a protoplasm with 2 ന്യൂക്ലിയസ്. ഇത് ഡൈകാരിയോട്ടിക് സ്റ്റേജ് എന്നാണ് അറിയപ്പെടുന്നത്. ഡൈകാരിയോട്ടിക് സ്റ്റേജ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഡൈകാരിയോട്ടിക് സ്റ്റേജിൽ ഉള്ള ഈ സെല്ല് ഇത് കുറച്ച് സമയം അങ്ങനെ ഇരിക്കും. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇത് കുറച്ച് സമയം അങ്ങനെ നിലനിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ ആ 3 സ്റ്റേജസും ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നത്. അപ്പൊ ഈ ഡൈകാരിയോൺ ഫോം ചെയ്യുന്ന ഒരു ഹയർ ഗ്രൂപ്പ് ഓഫ് ഫംഗസ് ആണ് ആസ്കോമൈസിഡ്സ് കേട്ടോ. ഡൈകാരിയോട്ടിക് സ്റ്റേജിൽ നിന്ന് അത് കാരിയോഗ്യാമി എന്ന് പറഞ്ഞാൽ എന്താ? കാരിയോ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ്, ഗ്യാമി എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ. ന്യൂക്ലിയസിന്റെ ഫ്യൂഷൻ നടന്നിട്ട് നമുക്ക് കാണാൻ കഴിയും ഒരു ഹൈഫയുടെ ഉള്ളില് ഒരു സിംഗിൾ ന്യൂക്ലിയസ് വിത്ത് ഡിപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോം, അതായത് ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ഉള്ള ഒരു സെല്ല്, അതായത് സൈഗോട്ട് ഡിപ്ലോയിഡ് കണ്ടീഷൻ. ദിസ് ഈസ് എ സൈഗോട്ട്. ഈ സൈഗോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇതിന് എന്താ സംഭവിക്കാതറിയോ? ഈ സൈഗോട്ട് എൻക്ലോസ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്ട്രക്ചർ ഫ്രൂട്ടിംഗ് ബോഡി ആയിട്ട് ഡെവലപ്പ് ചെയ്യും. സോ ദിസ് ഹൈഫ വിൽ ഡെവലപ്പ് ആസ് എ ഫ്രൂട്ടിംഗ് ബോഡി. ദിസ് ഹൈഫ ഡെവലപ്പ് a fruiting body and this fruiting body we can call as ascocarp. എന്നിട്ട് ആസ്കോകാർപ്പ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ഈ ആസ്കോകാർപ്പ് ഉണ്ടാവുന്ന പല തരത്തിലാണ് കേട്ടോ. പല ഷേപ്പിൽ ആസ്കോകാർപ്പ് ഉണ്ടാവാറുണ്ട്. ക്ലീസ്റ്റോതീസിയം ടൈപ്പ് ഓഫ് ആസ്കോകാർപ്പ് ഉണ്ടാവാറുണ്ട്. അതേപോലെ പെരിതീസിയം ടൈപ്പ് ഓഫ് ആസ്കോകാർപ്പ് ഉണ്ട്. എപ്പോതീസിയം ടൈപ്പ് ഓഫ് ആസ്കോകാർപ്പ് ഈസ് ഫോംഡ്. അപ്പൊ ഫ്രൂട്ടിംഗ് ബോഡി പലതരത്തിലുണ്ട്. ആസ്കോകാർപ്പ് ഇറ്റ് ഈസ് ഡിഫറെന്റ് ടൈപ്സ് ആസ് ക്ലീസ്റ്റോതീസിയം. ക്ലീസ്റ്റോതീസിയം എന്ന് പറഞ്ഞാല് ക്ലീസ്റ്റോ എന്ന് പറഞ്ഞാൽ തന്നെ അടഞ്ഞിരിക്കുന്നതെന്നാണ്. അതായത് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ആസ്കോകാർപ്പ് ഉണ്ടാവും. അതിനെയാണ് ക്ലീസ്റ്റോതീസിയം എന്ന് പറയുന്നത്. ഈ ക്ലീസ്റ്റോതീസിയം സാധാരണയായിട്ട് കാണുന്ന പെൻസിലിയത്തിൽ നമ്മൾ കാണുന്നത് ക്ലീസ്റ്റോതീസിയം ടൈപ്പ് ഓഫ് ആസ്കോകാർപ്പാണ് കേട്ടോ. ഇനി പെരിതീസിയം ടൈപ്പ് ഓഫ് ആസ്കോകാർപ്പില് നമ്മൾ ആസ്കോകാർപ്പിന്റെ സ്ട്രക്ചർ നോക്കിയാൽ അതൊരു ഫ്ലാസ്ക് ഷേപ്പ് ആയിരിക്കും. ഇറ്റ് വിൽ ബി ഹാവിങ് എ ഷേപ്പ് ഓഫ് ഫ്ലാസ്ക്. ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ഇത് സാധാരണയായിട്ട് കാണുന്നത് ന്യൂറോസ്പോറയിലാണ്. ഓക്കെ, ഇനി എപ്പോതീസിയം ടൈപ്പ് ഓഫ് ആസ്കോകാർപ്പ് ഉണ്ട്. എപ്പോതീസിയം ടൈപ്പ് ഓഫ് ആസ്കോകാർപ്പ്, അതിന്റെ ആസ്കോകാർപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു സോസർ പോലെ ഇരിക്കുക. ഇത് സാധാരണയായിട്ട് നമ്മൾ കാണുന്നത് പെസീസ എന്ന് പറയുന്ന ഫംഗസിനകത്താണ് കേട്ടോ. പെസീസ
ഓക്കെ. അപ്പൊ ഈ ഫ്രൂട്ടിംഗ് ബോഡി അല്ലെങ്കിൽ ആസ്കോകാർപ്പ് പലതരത്തിലുണ്ട്. അതിന്റെ ഷേപ്പ് അനുസരിച്ച് ചിലപ്പോൾ ഇത് ക്ലോസ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അത് നമ്മളെ പെൻസിലിയത്തിൽ അങ്ങനെ കാണാറുണ്ട്, ഒരു ഗ്ലോബ് പോലെ ആയിരിക്കും ഇരിക്കുക. ചിലപ്പോൾ അത് പെരിതേസിയം, അതായത് ഒരു ഫ്ലാസ്ക് പോലെ ആയിരിക്കും ഇരിക്കുന്നത്. അത് ന്യൂറോസ്പോറയിലൊക്കെ നമ്മൾ കാണുന്ന ഫ്ലാസ്ക് പോലത്തെ ആസ്കോകാർപ്പാണ് കേട്ടോ. അതേപോലെ എപ്പോതേസിയം എന്ന് പറഞ്ഞ ഒരു സോസർ പോലെ ആയിരിക്കും ഇരിക്കുന്നത്. അത് പെസീസയിലൊക്കെ കാണുന്ന ഒരു സ്ട്രക്ചറാണ്. അപ്പൊ ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ടിംഗ് ബോഡി എന്ന് പറയുന്നത്. ഈ ഫ്രൂട്ടിംഗ് ബോഡിയുടെ ഉള്ളില്, ഫ്രൂട്ടിംഗ് ബോഡിയുടെ വോളിന്ന് ആസ്കസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ വളർന്നു വരും. നോക്കിയാൽ ഈ ഫ്രൂട്ടിംഗ് ബോഡി ഞാൻ ജസ്റ്റ് ഇതാ ഇങ്ങനെ വരയ്ക്കുകയാണ്. നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വരയ്ക്കുന്നത്. എന്നിട്ട് ഇതിന്റെ വോളിന്ന് ഒരു ആസ്കസ് പോലത്തെ ഒരു സ്ട്രക്ചർ ഇങ്ങനെ ഡെവലപ്പ് ആയി വരികയാണ്. എന്ത് ചെയ്യുന്നത്? ആ ആസ്കോകാർപ്പിന്റെ ഉള്ളില് ഒരു ആസ്കസ് പോലത്തെ ഒരു സ്ട്രക്ചർ ഡെവലപ്പ് ആയി വരും. ഈ ആസ്കസിന്റെ ഉള്ളിലാക്കും ആരെ? ഡിപ്ലോയിഡ് സൈഗോട്ടിനെ. ഈ ഡിപ്ലോയിഡ് സൈഗോട്ട് ആസ്കസിന്റെ ഉള്ളിലിരുന്ന് മിയോട്ടിക് ഡിവിഷൻ നടത്തും. ഇത് മിയോസിസ് നടന്നു കഴിഞ്ഞാൽ ഇതെന്താണ്? നമ്മുടെ ആസ്കോകാർപ്പാണ്. ഇത് നമ്മുടെ ആസ്കോകാർപ്പാണ്. ഇത് നമ്മുടെ ആസ്കസ് ആണ് കേട്ടോ. അപ്പൊ ആസ്കസിന്റെ ഉള്ളില് സൈഗോട്ട് മിയോസിസ് നടന്നു കഴിഞ്ഞാൽ ആ ആസ്കോകാർപ്പിന്റെ ഉള്ളില്, ആസ്കസിന്റെ ഉള്ളില് 4 or 8 spores പ്രൊഡ്യൂസ് ചെയ്യും. 4 or 8 4 or 8 ascospores will be produced. 4 or 8 ascospores will be produced. ഈ 4 or 8 ആസ്കോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ദാറ്റ് വിൽ ബി ലിബറേറ്റഡ് ഔട്ട് ആൻഡ് ഇറ്റ് വിൽ ബി ഏബിൾ ടു ഡെവലപ്പ് ആസ് എ കംപ്ലീറ്റ് ഹൈഫ. ഒരു കംപ്ലീറ്റ് ഹൈഫ ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഭാഗം. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ ആസ്കോമൈസിഡ്സിലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ സാക് ഫംഗസിലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ കുറച്ച് അഡ്വാൻസ്ഡ് ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അതായത് ഹയർ ഫംഗയിലൊക്കെ കാണുന്ന സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. നമുക്ക് 3 സ്റ്റേജും, അതായത് പ്ലാസ്മോഗ്യാമി, കാരിയോഗ്യാമി, സൈഗോട്ടിക് മിയോസിസ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. അതായത് ഒന്നിന്റെ ഇടയിലൊക്കെ ഗ്യാപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് 2 കമ്പാറ്റിബിൾ ഹൈഫാസ്, ഗ്യാമീറ്റ് ആൻജിയ ഗ്യാമീറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന 2 കമ്പാറ്റിബിൾ ഹൈഫാസ് അടുത്തടുത്ത് വരികയും അത് തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് ഒരു ഡൈകാരിയോൺ ഉണ്ടാവുകയും ചെയ്യും. പ്ലാസ്മോഗ്യാമി വഴി ഒരു ഡൈകാരിയോൺ ഫോം ചെയ്യും. ഈ ഡൈകാരിയോൺ കാരിയോഗ്യാമി വഴി സൈഗോട്ട് ആയിട്ട് മാറും. ഇതിന്റെ 2 ന്യൂക്ലിയസ് ജോയിൻ ചെയ്ത് ഈ സൈഗോട്ട് ഇരിക്കുന്ന ഈ ഒരു ഹൈഫ അത് ഫ്രൂട്ടിംഗ് ബോഡി ആയിട്ട് ഡെവലപ്പ് ചെയ്യുക. ആ ഫ്രൂട്ടിംഗ് ബോഡീനെ നമ്മൾ ആസ്കോകാർപ്പ് എന്നാണ് പറയാ. ആ ആസ്കോകാർപ്പ് അതിന്റെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ക്ലീസ്റ്റോതീസിയം, പെരിതീസിയം ആൻഡ് എപ്പോതീസിയം ടൈപ്പ് ഓഫ് ആസ്കോകാർപ്പ്. ക്ലീസ്റ്റോതീസിയം എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ആസ്കോകാർപ്പാണ്. അത് സാധാരണ പെൻസിലിയത്തിലാണ് കാണുന്നത്. പെരിതീസിയം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നെക്ക് പോലത്തെ ഒരു ഓപ്പണിംഗ് കാണും. ഫ്ലാസ്ക് പോലത്തെ ആസ്കോകാർപ്പാണ്. അത് ന്യൂറോസ്പോറയിലാണ് കാണുക. എപ്പോതീസിയം എന്ന് പറയുന്ന സോസർ പോലത്തെ ഇങ്ങനെ വിടർന്നിരിക്കുന്ന, നമ്മൾ കറി പ്ലേറ്റ് ഒക്കെ കാണില്ലേ, അതേപോലെ ഇങ്ങനെ വിടർന്നായിരിക്കും അതിന്റെ ആസ്കോകാർപ്പ് ഇരിക്കുന്നത്. അത് പെസിസയിലാണ് കാണുക. വാട്ട് എവർ ഇറ്റ് മേ ബി, ഈ ആസ്കോകാർപ്പിന്റെ ഉള്ളിൽ, ആസ്കോകാർപ്പ് ഞാനിങ്ങനെ നമ്മുടെ എളുപ്പത്തിന് വരച്ചു വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് നോക്ക്, ഇതൊരു റൗണ്ട് ആണെന്ന് ഇരിക്കട്ടെ. ആ റൗണ്ട് പോലെയുള്ള ഒരു ആസ്കോകാർപ്പ് ഞാൻ കുറച്ച് നീളത്തിൽ വരച്ച് നമുക്കിത് ഇതിന്റെ ഉള്ളിൽ ആസ്കസ് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ആസ്കോകാർപ്പിന്റെ ഉള്ളില് ഒരു ചെറിയൊരു സ്ട്രക്ചർ വലുതായി വരും. അതിന് നമ്മൾ അതിന്റെ വോളിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ്. അതിന് നമ്മൾ ആസ്കസ് എന്നാ പറയാ. ആ ആസ്കസ് ഒരു സാക്ക് പോലെ ആയിരിക്കും ഇരിക്കുന്നത്. ആ ആസ്കസ് എന്ന സാക്കിന്റെ ഉള്ളില് ഈ സൈഗോട്ട് എൻക്ലോസ് ചെയ്യപ്പെട്ട രീതിയിലായിരിക്കും കാണുക. ഇതിന്റെ ഉള്ളിലിരിക്കുന്ന സൈഗോട്ട് മിയോസിസ് നടന്നിട്ട് 4 or 8 ആസ്കോസ്പോർസ് ആസ്കസിന്റെ ഉള്ളില് എൻഡോജീനസ്ലി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ആസ്കോസ്പോർസ് ഓരോന്നും പുറത്തു വന്ന ദാറ്റ് വിൽ ബി ലിബറേറ്റഡ് ഇൻ ദ ഫോം ഓഫ് എ കംപ്ലീറ്റ് ഹൈഫ. ഒരു കംപ്ലീറ്റ് ഓർഗാനിസം ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവുണ്ട് ഈ പറയുന്ന ഓരോ ആസ്കോസ്പോറിനും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആസ്പെർജില്ലസ് ഫ്ലേവേഴ്സ് എന്ന് പറയുന്ന ഫംഗസ് അഫ്ലാടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് ഫുഡ് പോയിസണിങ് ഉണ്ടാക്കുന്നതാണ് ആസ്പെർജില്ലസ് ഫ്ലേവേഴ്സ് എന്ന് പറയുന്ന ഫംഗസ് കേട്ടോ. അഫ്ലാടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഞാൻ എഴുതി തരാം. പ്രൊഡ്യൂസ് എഫ്ലാടോക്സിൻ. എഫ്ലാടോക്സിൻ എന്താ ചെയ്യുന്നത്? ഫുഡ് പോയ്സൺ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇനി വേറൊരു എക്സാമ്പിൾ ആണ് ക്ലാവിസെപ്സ്, പർപ്യൂറിയ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇതൊക്കെ.
ക്ലാവിസെപ്സ് പർപ്യൂറിയ എന്ന് പറയുന്ന ഫംഗസ് എർഗോട്ട് ഫംഗസ് ആണ്. എർഗോട്ടിക് ഡിസീസ് ഉണ്ടാക്കുന്ന ഫംഗസ് ആണ്. എർഗോട്ട് ഫംഗസ് എന്ന് പറയും. എർഗോട്ടിക് ഡിസീസ് ഉണ്ടാക്കുന്ന ഫംഗസ് ആണ് ക്ലാവിസെപ്സ് പർപ്യൂറിയ എന്ന് പറയുന്ന ഫംഗസ്. അതുപോലെ ന്യൂറോസ്പോറ. ന്യൂറോസ്പോറ സാധാരണ ബയോകെമിക്കൽ സ്റ്റഡീസിനും അതുപോലെ ജനറ്റിക് സ്റ്റഡീസിനും ഒക്കെ കിങ്ഡം ഫംഗൈന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഓർഗാനിസ് ആണ്. അപ്പൊ നമ്മള് ആനിമൽസിന്റെ ഒക്കെ കേസിലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓർഗാനിസ് ഏതാ? ഡ്രോസോഫില. അതേപോലെ തന്നെ ഫംഗസിന്റെ കേസിൽ ന്യൂറോസ്പോറയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബയോകെമിക്കൽ സ്റ്റഡീസിനും ജനറ്റിക് സ്റ്റഡീസിനും യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണെന്നറിയോ? നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഡ്രോസോഫില ഓഫ് കിങ്ഡം ഫംഗൈ എന്നാണ് കേട്ടോ. ഡ്രോസോഫില ഓഫ് കിങ്ഡം ഫംഗൈ എന്നറിയപ്പെടുന്നത് ഡ്രോസോഫില ഓഫ് കിങ്ഡം ഫംഗൈ എന്നറിയപ്പെടുന്നത് ന്യൂറോസ്പോറയാണ്. അതേപോലെ നമുക്ക് ഈ ഗ്രൂപ്പിൽ വരുന്ന പല ഫംഗസും എഡിബിൾ ആയിട്ട് കാണാറുണ്ട്. ദാറ്റ് ഈസ് മോറൽസ് ആൻഡ് ട്രഫിൾസ്. ദീസ് ആർ എഡിബിൾ ഫംഗസ്. മോറൽസ് ആൻഡ് ട്രഫിൾസ് or morchella. Morels അല്ലെങ്കിൽ morchella and truffles are edible. അതേപോലെ പെൻസിലിയം that produces antibiotic. ABC എന്ന് എഴുതിയിരിക്കുന്ന ആന്റിബയോട്ടിക് ആണ് കേട്ടോ. പെൻസിലിയം പ്രൊഡ്യൂസസ് ആന്റിബയോട്ടിക്. അതേപോലെ നമ്മൾ ഈസ്റ്റ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈസ്റ്റ് ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഫോർമേഷൻ ഓഫ് റൈബോഫ്ലാവിൻ. ഫെർമെന്റേഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ റൈബോഫ്ലാവിൻ വിറ്റാമിൻ B2 കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആര്? ഈസ്റ്റ് ദാറ്റ് ഹെൽപ്പ് ഇൻ ഫെർമെന്റേഷൻ ആൻഡ് ഓൾസോ കോൺട്രിബ്യൂട്ട് വിറ്റാമിൻ B2 or റൈബോഫ്ലാവിൻ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആസ്കോമൈസൈറ്റ്സിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനായിട്ട്. ആസ്കോമൈസൈറ്റ്സിന്റെ മൈസീലിയം എങ്ങനെയാണ്? സെപ്റ്റേറ്റ് ആണോ അസെപ്റ്റേറ്റ് ആണോ എന്നൊക്കെ ഓർത്തിരിക്കുക. ബ്രാഞ്ച് സെപ്റ്റേറ്റ് മൈസീലിയാണ് അവർക്കുള്ളത്. അതേപോലെ തന്നെ അസെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കുന്ന കൊനീഡിയ വഴിയാണ്. കൊനീഡിയോ ഫോർമയാണ് കൊനീഡിയ ഉണ്ടാകുന്നത്. ഫസ്റ്റ് സെഷനിൽ നമ്മൾ അതിനു മുമ്പ് ഫംഗസിന്റെ ആദ്യത്തെ സെഷനിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊനീഡിയയുടെ ഡിഫറെന്റ് ബ്രാഞ്ചസ് അല്ലെ. കൊനീഡിയയുടെ ഡിഫറെന്റ് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞ രാമസ്, മെറ്റുല, ഫയാലിഡ്, സ്റ്റെറിഗ്മാറ്റ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ ബ്രാഞ്ചസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോ ഇവിടെ പറഞ്ഞില്ല, കാരണം അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പൊ ഈ കൊനീഡിയോ 4 എന്ന് പറയുന്ന സ്പെഷ്യൽ ഹൈഫയില് ബേസിക് പീറ്റൽ ഓർഡറിൽ കൊനീഡിയ എക്സോജീനസ്ലിയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ കൊനീഡിയ ഓരോന്നും ഡെവലപ്പ് ചെയ്തൊരു കംപ്ലീറ്റ് മൈസീലിയ ആയിട്ട് മാറാനുള്ള കഴിവുണ്ട്. പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസ്കോസ്പോർസ് ആണ്. ആസ്കോ കാർപ്പിന്റെ ഉള്ളിൽ ആസ്കസിന്റെ ഉള്ളിലാണ് ആസ്കോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിന് കുറെ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ആസ്കോമൈസിറ്റ്സ്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ബസീഡിയോമൈസിറ്റ്സ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് ഫംഗസ് നമുക്ക് പഠിക്കാനുള്ളത് ബസീഡിയോമൈസിറ്റ്സ് ആണ് കേട്ടോ. ബസീഡിയോമൈസിറ്റ്സ് പറയുന്ന വേറൊരു പേരാണ് ക്ലബ് ഫംഗൈ. ഈ ബസീഡിയോമൈസിറ്റ്സ് വന്നിട്ട് അത് സാധാരണ മഷ്റൂംസ്, ബ്രാക്കറ്റ് ഫംഗൈ, പഫ് ബോൾസ് ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. മഷ്റൂംസ്, ബ്രാക്കറ്റ് ഫംഗൈ, പഫ് ബോൾ, ദീസ് ആർ കമ്മിങ് അണ്ടർ ദിസ് ഗ്രൂപ്പ്. മഷ്റൂം, പഫ് ബോൾസ്, bracket fungi, these all are coming under this group. Okay, and if we see this group of mushroom, this group of fungus like Basidiomycete, other soil അതുപോലെ തന്നെ on logs and tree stump, അതായത് സോയിലും അതുപോലെ നമ്മൾ ചെറിയ ചെറിയ തടിക്കഷ്ണങ്ങളിലൊക്കെ വളരുന്ന തരത്തിലുള്ള ഫംഗസ് ആണ്. അതുപോലെ തന്നെ ലിവിങ് പ്ലാന്റ് ബോഡീസിൽ പാരസൈറ്റ്സ് ആയിട്ട് വളരുന്നുണ്ട്. പാരസൈറ്റ്സ് ആയിട്ട് വളരുന്നതിന് എക്സാമ്പിൾ ആണ് സ്മട്ടും റസ്റ്റും ഒക്കെ കേട്ടോ. സ്മട്ട് ആൻഡ് റസ്റ്റ് ഇറ്റ് കംസ് അണ്ടർ ദിസ് ഗ്രൂപ്പ്. സോ ഹിയർ it grows in soil, logs, tree stumps, and in the other organisms, other living plant bodies as parasite ആയിട്ട് കാണുന്നുണ്ട്. പാരസൈറ്റ്സിന് എക്സാമ്പിൾ ആണ് സ്മട്ട് ആൻഡ് റസ്റ്റ്. സ്മട്ടും റസ്റ്റും ഒക്കെ പാരസൈറ്റിക് ബസീഡിയോമൈസിറ്റ്സിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഇനി ഇതിന്റെ മൈസീലിയം, ബ്രാഞ്ച്ഡ് മൈസീലിയം, സെപ്റ്റേറ്റ് മൈസീലിയാണ് ഇതിനുള്ളത്. ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്റ്റേറ്റ് മൈസീലിയാണ് ഇതിന്റെ മൈസീലിയം എന്ന് പറയുന്നത്. ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്റ്റേറ്റ് മൈസീലിയം.
ഓക്കെ, ഇതിനുള്ള ചില പ്രത്യേകതകൾ എന്താണെന്നറിയോ? ഇതിന്റെ മൈസീലിയം വന്നിട്ട് സി ഹിയർ സെപ്റ്റം വോൾ എങ്ങനെയായിരിക്കും അറിയോ? See, if this is a mycelium, it will be having the septum wall like this. ഈ തരത്തിലുള്ള സെപ്റ്റത്തിനെ നമ്മൾ പറയാ ഡോളിപോർ സെപ്റ്റം എന്നാണ് പറയാ. അതായത് രണ്ട് ഇവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും, ഇവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും, അതുപോലെ ഇവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. അപ്പൊ ഇവിടെ ഈ രണ്ട് സെൽസ് തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പൊ ഈ സെപ്റ്റം വോൾ വന്നിട്ട് സെപ്റ്റം ഇറ്റ് ഈസ് ഡോളിപോർ സെപ്റ്റം എന്നാണ് പറയാ. ഡോളിപോർ septum എന്നാണ് പറയാ septum wall. And these two septums are connected together by a clamp connection. Dolichopore septum with the clamp connection. ഓക്കെ, ഈ ഡോളിപോർ സെപ്റ്റം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള സെപ്റ്റം ആണ് കേട്ടോ. അപ്പൊ അതിന്റെ സെപ്റ്റം വോള് കുറച്ച് സ്വെല്ലൻ അല്ലേ, അതിന് നമ്മൾ പറയുന്ന പേരാണ് പാരന്തസോം. ഈ ഒരു സ്ട്രക്ചറിന് നമ്മൾ പറയുന്ന പേരാണ് പാരന്തസോം കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു ബസിഡിയോമൈസീറ്റ്സ് എന്ന് പറയുന്ന ആ ക്ലാസ് ഓഫ് ഫംഗസിൽ ഓർത്തിരിക്കേണ്ട 2-3 പോയിന്റ്സ് ആണത്. അതിന് ക്ലാം കണക്ഷൻ ഉണ്ട്. ക്ലാം കണക്ഷൻ എന്ന് പറഞ്ഞാല് ഈ ഒരു സെല്ലും ഈ ഒരു സെല്ലും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അതിനെ ക്ലാം കണക്ഷൻ എന്ന് പറയുന്നത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഡോളിപോർ സെപ്റ്റം ആണ്. ഡോളിപോർ സെപ്റ്റം അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ സെപ്റ്റം വോള് കുറച്ച് സ്വെല്ലനായിട്ട് അതിന്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പുമായിട്ടാണ് ഇരിക്കുന്നത്. ആ സെപ്റ്റം വോള് സ്വെല്ലനായിട്ട് ഇരിക്കുന്ന ഒരു സ്ട്രക്ചർ, ആ സ്വെല്ലൻ സ്ട്രക്ചർ ഉണ്ടാക്കിയേക്കുന്ന പാരന്തസോം എന്ന ഒരു സ്ട്രക്ചർ കൊണ്ടാണ്. പാരന്തസോം എന്ന സ്ട്രക്ചർ കൊണ്ടാണ് ഡോളിപോർ സെപ്റ്റവും അതുപോലെ തന്നെ ക്ലാം കണക്ഷനും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. Now, the asexual mode of reproduction seen in this group of fungus, that is vegetative reproduction ആണ്. They are not showing any asexual spores. Fragmentation ആണ് ഇവരുടെ asexual reproduction എന്ന് പറയുന്നത്. Asexual reproduction is by fragmentation. അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന ഫ്രാഗ്മെന്റേഷൻ വഴിയാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ അകത്ത് എങ്ങനെയാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് നമുക്ക് നോക്കാം. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ സൊമാറ്റിക് സെൽസ് ആണ് ഇവരുടെ റീപ്രൊഡക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നത്. 2 ഡിഫറെന്റ് ജീനോടൈപ്പിലുള്ള സൊമാറ്റിക് സെൽസ് ആണ് ഇവരുടെ ഫ്യൂഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അത് സാധാരണ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ സീഹിയോ അഗെയിൻ ഇവിടെ ഒരു ഡോളിപോർ സെപ്റ്റം കൂടി നമ്മൾ കാണിച്ചാല് കണ്ടോ, ഈ ന്യൂക്ലിയസിന് ഇതാ ഇങ്ങോട്ട് ഈസി ആയിട്ട് കടന്നു പോരാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഈ ന്യൂക്ലിയസ് ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് കടന്നു പോകുന്നു, അല്ലെങ്കിൽ ഈ ന്യൂക്ലിയസ് ഇതാ ഇങ്ങോട്ട് കടന്നു പോകുന്നു എന്നിരിക്കട്ടെ. സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ ഫലമായിട്ട് നമുക്ക് ദ ന്യൂക്ലിയസ് ഇറ്റ് വിൽ ബി പാസിംഗ് ഫ്രം വൺ സെപ്റ്റം ടു നെക്സ്റ്റ് സെപ്റ്റം ആൻഡ് ഇറ്റ് വിൽ ഫോം എ ഡൈകാരിയോട്ട് സ്റ്റേജ്. ഓക്കെ, ദ ന്യൂക്ലിയസ് ഇറ്റ് പാസ് ത്രൂ ദ Dolichopore septum and form a dikaryon. Dikaryon എന്ന ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. അതായത് ഇപ്പൊ നമ്മളിതാ ഒരു ഹൈഫ, ഞാനൊരു ഹൈഫ വരച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഡോളിപോർ സെപ്റ്റം ഞാൻ ജസ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ഇവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഇത് രണ്ടും കൂടി കൂടിയിട്ട് ഒരെണ്ണത്തിനകത്തേക്ക് മൂവ് ചെയ്യും. അതായത് പ്ലാസ്മോഗ്യാമി നടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പ്ലാസ്മോഗ്യാമി എന്ന് പറയുന്ന ഇവിടെ നിന്നുള്ള ന്യൂക്ലിയസ് ഇതായി ഇങ്ങനെ ഇങ്ങോട്ട് മൂവ് ആയി. അപ്പൊ എന്തായി, ഇവിടെ ഒരു ഡൈകാരിയോ സ്റ്റേജ് ഉണ്ട്. ഇവിടെ ഇങ്ങനെയല്ല ഇട്ടിരിക്കുന്നത്, അടുത്ത ഡോളിപോർ സെപ്റ്റം ആണ് അവിടെ ഉള്ളത്. ഞാനത് കാണിച്ചിട്ടില്ല, നേരെ ഇങ്ങനെ വരച്ചു എന്ന് മാത്രമേ, ഞാൻ വരയ്ക്കാൻ എളുപ്പത്തിൽ വരച്ചു എന്നേ ഉള്ളൂ. ഇനി ഇവിടെ ഈ 2 ഡൈകാരിയോ സ്റ്റേജ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കാന്നറിയോ? ഈ ഡൈകാരിയോ സ്റ്റേജ് കുറച്ചു നേരം അവിടെ റെസ്റ്റ് ചെയ്യും. ഡൈകാരിയോ സ്റ്റേജ് കുറച്ചു നേരം അവിടെ റെസ്റ്റ് ചെയ്യും. Then after that what will happen? This hypha, ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്നറിയോ, ഇവിടെ സെക്ഷൽ സെൽസ് ഒന്നുമില്ല, സൊമാറ്റിക് സെൽസ് തന്നെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നത്. ആ സൊമാറ്റിക് സെൽസ് കമ്പാറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ജനറ്റിക്കലി ഡിഫറെന്റ് 2 ജീനോടൈപ്പ് ഉള്ള 2 സൊമാറ്റിക് സെൽസ് ആണ് അവിടെ ടേക്ക് പാർട്ട് ചെയ്യുന്നത്. ഇതൊരു സൊമാറ്റിക് സെല്ലാണ്, ഇതൊരു സൊമാറ്റിക് സെല്ലാണ്. ഇവിടുന്ന് ഒരു ന്യൂക്ലിയസ് ഇങ്ങോട്ടേക്ക് പോയി, ഇവിടുന്ന് ഒരു ന്യൂക്ലിയസ് ഇങ്ങോട്ട് പോയപ്പോൾ ഇത് ഡൈകാരിയോട്ടിക് സെല്ലായി, ഇത് ന്യൂക്ലിയസ് ഇല്ലാത്തൊരു സെല്ലായി പോയി. അപ്പൊ ഇവിടെ വന്നിട്ട് ഈ ഇത്രയും പോർഷൻ വന്നിട്ട് ഡെവലപ്പ് ആവും. അത്രയും പോർഷൻ വന്നിട്ട് ഡെവലപ്പ് ആയിട്ട് അത് ബസീഡിയോ കാർപ്പായിട്ട് മാറും. ആ ബസീഡിയോ കാർപ്പിന്റെ ഉള്ളിൽ അതിന്റെ വോളിൽ നിന്ന് ഒരു ബസീഡിയം ഡെവലപ്പ് ചെയ്യും. സോ ഹിയർ വി ക്യാൻ സേ this will develop as a basidiocarp. ഇതെന്താണ്?
ബസീഡിയോ കാർപ്പാണ്. ബസീഡിയോ കാർപ്പാണ്. ഈ ബസീഡിയോ കാർപ്പിന്റെ ഉള്ളിലൊരു ബലൂൺ പോലത്തെ ഒരു സ്ട്രക്ചർ ഇങ്ങനെ ഫോം ചെയ്യും. അതിന്റെ വോളിൽ നിന്ന് ഒരു ബലൂൺ പോലത്തെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. ഈ ബലൂൺ പോലത്തെ സ്ട്രക്ചറിന്റെ മേലെ ആരുണ്ടാവും എന്നറിയോ? രണ്ട് സൈഗോട്ട് വന്നിരിക്കും. രണ്ട് സൈഗോട്ട് ഈ ബലൂൺ പോലത്തെ സ്ട്രക്ചറിന്റെ മേലെ ഇങ്ങനെ രണ്ട് സൈഗോട്ട് വന്നിരിക്കും. ആഫ്റ്റർ ദാറ്റ് ദിസ് വിൽ അണ്ടർഗോ ഫ്യൂഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നടന്ന് ബസീഡിയോ ഉണ്ടായി കഴിയുമ്പോഴാണ് ആര് വന്നിരിക്കുള്ളൂ? അതിന്റെ രണ്ട് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഇവിടെ വന്ന് ഇരിക്കുള്ളൂ. രണ്ട് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് വന്ന് ജോയിൻ ചെയ്യാനിരിക്കുന്നതാണ് കേട്ടോ. എവിടെ ഇരിക്കുന്നത്? ബസീഡിയത്തിന്റെ പുറത്ത്. ആസ്കസിന്റെ ഉള്ളിലായിരുന്നു, ബസീഡിയത്തിന്റെ പുറത്താണ് ഇതിരിക്കുന്നത്. Then after that what will happen? This will undergo fusion. Fusion നടക്കുമ്പോൾ we can see here this is that basidium on the top of that we can see the zygote formation occur. അപ്പോൾ zygote വന്നിട്ട് ഇങ്ങനെ ഇതിന്റെ മേലെ ഫോം ചെയ്യും. ഈ zygoteന്റെ പ്ലോയിഡി എങ്ങനെയായിരിക്കും? 2n ആയിരിക്കും. From here this will undergo meiosis. ഇത് meiosis നടന്ന് we can see this will undergo meiosis, and on the basidium we can see 4 basidiospores are produced exogenously. 4 basidiospores exogenously produce ചെയ്യുന്ന കാണാം. ഈ ഓരോ ബസീഡിയോസ്പോറും ഡെവലപ്പ് ആയിട്ട് ഒരു കംപ്ലീറ്റ് ഹൈഫ ഫോം ചെയ്യും. ഇതാണ് ഇതിന്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഡോളിപോർ സെപ്റ്റം വഴി ന്യൂക്ലിയസ് എക്സ്ചേഞ്ച് ആവും. ന്യൂക്ലിയസ് എക്സ്ചേഞ്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെപ്റ്റത്തിന്റെ ഉള്ളിൽ 2 ന്യൂക്ലിയസ് വരും. ഇത് പ്ലാസ്മോഗ്യാമിയാണ്. ഇവിടുന്ന് പ്ലാസ്മോഗ്യാമി കഴിയുമ്പോൾ ഈ ഒരു ഹൈഫ വന്നിട്ട് ബസീഡിയോ കാർപ്പായിട്ട് ഡെവലപ്പ് ചെയ്യും. ബസീഡിയോ കാർപ്പിന്റെ വോളിൽ നിന്ന് ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നതാണ് ഈ ബസീഡിയം എന്ന് പറയുന്ന സ്ട്രക്ചർ. ഇത് ബസീഡിയം ആണ് കേട്ടോ. ഇതിനെ നമ്മൾ ബസീഡിയം എന്ന് പറയുന്നത്. ഈ ബസീഡിയത്തിന്റെ പുറത്തായിട്ട് വന്നിട്ട് 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് അറേഞ്ച് ചെയ്യുകയും ചെയ്യും. ആ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് രണ്ടും കൂടി ജോയിൻ ചെയ്തൊരു ഡിപ്ലോയിഡ് സൈഗോട്ടായിട്ട് മാറും. അത് പറഞ്ഞാൽ കാരിയോഗ്യാമി നടക്കും. കാരിയോഗ്യാമി നടക്കുന്നത് അവിടെയാണ് കേട്ടോ. കാരിയോഗ്യാമി ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നത്. കാരിയോഗ്യാമി നടന്ന് സൈഗോട്ട് ഉണ്ടായി. ഈ സൈഗോട്ട് മിയോസിസ് നടന്നിട്ട് ബസീഡിയോസ്പോർസ് ആയിട്ട് മാറും. അപ്പൊ അവിടെ ബസീഡിയോസ്പോർസ് എത്ര പ്രൊഡ്യൂസ് ചെയ്യും? 4 പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് എക്സോജീനസ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആസ്കോമൈസിസിനെ പോലെ എൻഡോജീനസ്ലി അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ സെക്ഷൽ റീപ്രൊഡക്ഷൻ ബസീഡിയോമൈസിസ് ക്ലിയർ ആയല്ലോ അല്ലെ? ബസീഡിയോമൈസിസിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അസെക്ഷൽ സ്പോർസ് ഇല്ല. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ ആണ് അവർക്ക് നടക്കുക. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന സൊമാറ്റിക് സെൽസ് ആണ് ഇൻവോൾവ് ആവുന്നത്. അതിനകത്ത് റീപ്രൊഡക്റ്റീവ് സെൽസ് ഒന്നും ഇൻവോൾവ് ആകുന്നില്ല. ഡോളിപോർ സെപ്റ്റവും അതുപോലെ തന്നെ ക്ലാം കണക്ഷനും അതേപോലെ പാരന്തസോം എന്ന സ്ട്രക്ചറും ബസീഡിയോമൈസിസിന്റെ സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. ആ ഡോളിപോർ സെപ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ ന്യൂക്ലിയസിനെ 2 സെല്ലിന്റെ ഇടയിൽ എക്സ്ചേഞ്ച് ചെയ്യാനും ഡൈകാരിയോട്ടിക് സ്റ്റേജ് ഉണ്ടാക്കാനും കഴിയും. ഡൈകാരിയോട്ടിക് സ്റ്റേജ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം അതൊരു ഫ്രൂട്ടിംഗ് ബോഡി ബസീഡിയോ കാർപ്പ് ഉണ്ടാക്കും. ബസീഡിയോ കാർപ്പിന്റെ ഉള്ളിൽ ഒരു ചെറിയ ബലൂൺ പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കും. ആ ബലൂൺ പോലത്തെ സ്ട്രക്ചർ നമ്മൾ ബസീഡിയം എന്നാ പറയാ. ബസീഡിയത്തിന്റെ മേലെ ഇരുന്നിട്ടാണ് 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് ഒരു ഡിപ്ലോയിഡ് സൈഗോട്ടായിട്ട് മാറുന്നത്. ആ ഡിപ്ലോയിഡ് സൈഗോട്ട് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ഹാപ്ലോയിഡ് സ്പോർസ് ആയിട്ട് മാറും. ആ ഹാപ്ലോയിഡ് സ്പോർസ് ആണ് എന്തെന്ന് പറയുന്നത്? ബസീഡിയോ സ്പോർസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ബസീഡിയോ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 4 അപ്പൊ ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്. അതായത് ആ ക്ലാം കണക്ഷനും ഇതൊക്കെ ഓർത്തിരുന്നോളാം. ഒരിക്കൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതേപോലെ നമ്മൾ ഇതിന് എക്സാമ്പിൾസ് നോക്കിയാൽ അഗാരിക്കസ് മഷ്റൂം, അതേപോലെ യുസ്റ്റിലാഗോ സ്മട്ട്, പുക്സീനിയ, റസ്റ്റ് ഫംഗസ്, ദീസ് ഓൾ ആർ എക്സാമ്പിൾ ഫോർ ദിസ്. ഓക്കെ. ഏറ്റവും പോയിസണസ് ആയിട്ടുള്ള മഷ്റൂം എന്ന് പറയുന്നത് അമാനിറ്റ മസ്കാരിയ എന്ന് പറയുന്ന മഷ്റൂം ആണ്. അതും വരുന്നത് ഈ ഗ്രൂപ്പിലാണ്. ബാക്കി എക്സാമ്പിൾസ് ഞാൻ ഇവിടെ എഴുതുന്നില്ല, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സോ ദ പോയിസണസ് മഷ്റൂം ഓൾസോ കംസ് ഇൻ ദിസ്. പോയിസണസ് മഷ്റൂം ഈസ് അമാനിറ്റ മസ്കാരിയ. അമാനിറ്റ മസ്കാരിയ MUS കേട്ടോ. അമാനിറ്റ മസ്കാരിയ എന്ന് പറയുന്ന ഫംഗസ് ആണ് ഏറ്റവും, അല്ലെങ്കിൽ എന്ന് പറയുന്ന മഷ്റൂം ആണ് ഏറ്റവും പോയിസണസ് ആയിട്ടുള്ള മഷ്റൂം. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോയിസൺ ആണ് മസ്കാരിൻ എന്ന് പറയുന്ന പോയിസൺ കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ബസീഡിയോമൈസിസിനെ പറ്റിയിട്ട് നമുക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഫൈക്കോമൈസിസ് കഴിഞ്ഞു, ആസ്കോമൈസിസ് കഴിഞ്ഞു, ബസീഡിയോമൈസിസും കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡ്യൂട്ടറോമൈസിസ് ആണ് കേട്ടോ. നെക്സ്റ്റ് വി വിൽ സീ ദ ഡ്യൂട്ടറോമൈസിസ്. ഡ്യൂട്ടറോമൈസിസിന് നമ്മൾ ഇംപെർഫെക്റ്റ് ഫംഗസ് എന്നും പറയും.
നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഫംഗസ് ആണ് ഡ്യൂട്ടറോമൈസീഡ്സ് എന്ന് പറയുന്നത്. ഡ്യൂട്ടറോമൈസീഡ്സ് ഇംപെർഫെക്റ്റ് ഫംഗൈ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ലൈഫ് സൈക്കിളിൽ സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ കണ്ടുപിടിക്കപ്പെടുന്നത് വരെ അത് ഇംപെർഫെക്റ്റ് ആയിട്ടാണ്, അതിന്റെ ലൈഫ് സൈക്കിൾ ഇംപെർഫെക്റ്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അതിനെ ഇംപെർഫെക്റ്റ് ഫംഗൈ എന്ന് റെപ്രസെന്റ് ചെയ്യാനുള്ള കാരണം കേട്ടോ. ഇത് സാധാരണയായിട്ട് കാണുന്നത് ദീസ് ആർ സാപ്രോഫൈറ്റിക് അല്ലെങ്കിൽ പാരസൈറ്റിക് ആയിട്ട് കാണാറുണ്ട്. അതേപോലെ ഡികമ്പോസേഴ്സ് ആയിട്ടും കാണാറുണ്ട്. സോ ഹിയർ ദീസ് ആർ സാപ്രോഫൈറ്റ്സ്, പാരസൈറ്റിക്, ചിലത് ഡികമ്പോസേഴ്സ് ആയിട്ട് കാണാറുണ്ട്. ഡികമ്പോസേഴ്സ് ഓൺ ലിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡെഡ് ഓർഗാനിക് മാറ്റേഴ്സ്, അതായത് ഈ മരത്തിന്റെ ചില്ലയും മരത്തിന്റെ ഇലയും ഒക്കെ വീണ് കിടക്കില്ലേ, അതിനെ ലിറ്റർ എന്നാ പറയാ. ഡെഡ് ഓർഗാനിക് മാറ്റർ അതിനെയൊക്കെ ദഹിപ്പിച്ച് അതിനെയൊക്കെ ഡികമ്പോസ് ചെയ്ത് ജീവിക്കുന്ന ഓർഗാനിസംസ് ആണ്. അതന്നെ അതുകൊണ്ട് തന്നെ ഇതിന് മിനറൽ സൈക്ലിങ്ങിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ മിനറൽ സൈക്ലിംഗ്. മിനറൽ സൈക്ലിംഗിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേപോലെ ഇതിന്റെ മൈസീലിയം എന്ന് പറയുന്നത് സെപ്റ്റേറ്റ് ബ്രാഞ്ച്ഡ് മൈസീലിയാണ്. സെപ്റ്റേറ്റ് ബ്രാഞ്ച്ഡ് മൈസീലിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇപ്പൊ ഡ്യൂട്രോമൈസിസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫംഗസ് എന്ന് പറഞ്ഞാൽ അതിന്റെ സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ ഇത് ഇപ്പൊ അതിന്റെ സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്താൽ ഒന്നുപോലെ അത് ആസ്കോമൈസിസിലേക്ക് അല്ലെങ്കിൽ അത് ബസിഡിയോമൈസിസിലേക്ക് മൂവ് ചെയ്യും. എന്തുകൊണ്ടാണ് ഫൈക്കോമൈസിസിലേക്ക് മൂവ് ചെയ്യാത്ത? അതിന്റെ ഹൈഫോ വന്നിട്ട് ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്റ്റേറ്റ് ആണ്. ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്റ്റേറ്റ് ഹൈഫോ ഉള്ളത് ഏതാണ്? ആസ്കോമൈസിസും ബസിഡിയോമൈസിസും ആണ്. മറ്റേത് അസെപ്റ്റേറ്റ് ഹൈഫയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ കണ്ടുപിടിച്ചാൽ ഏത് തരത്തിലുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണോ ഉള്ളത് അതനുസരിച്ച് അത് ആസ്കോമൈസിസിലേക്കോ അല്ലെങ്കിൽ ബസിഡിയോമൈസിസിലേക്കോ മൂവ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് കൊനീഡിയ ഫോം ചെയ്താണ് കേട്ടോ. കൊനീഡിയ വഴിയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന. കൊനീഡിയ എക്സോജീനസ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്ന കൊനീഡിയാണ് അതിന്റെ അസെക്ഷൽ സ്പോർസ് എന്ന് പറയുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് നോട്ട് നോൺ. സെക്ഷൽ റീപ്രൊഡക്ഷൻ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വൺസ് ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് ഔട്ട് ഇറ്റ് വിൽ ബി മൂവ് ടു ദ അപ്രോപ്രിയേറ്റ് ക്ലാസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഇതിനെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഓൾട്ടർനേറിയ, കൊളക്ടോട്രിക്കം ആൻഡ് ട്രൈക്കോഡെർമ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മിനറൽ സൈക്ലിംഗിൽ ടേക്ക് പാർട്ട് ചെയ്യുന്ന ഫംഗസ് ഏതാന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ ഡ്യൂട്രോമൈസിസ് അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് ഫംഗസിന് എക്സാമ്പിൾ ഏതാന്ന് ചോദിക്കാം. ഓൾട്ടർനേറിയ, കൊളക്ടോട്രിക്കം ആൻഡ് ട്രൈക്കോഡെർമ. എക്സാമ്പിൾസ് ഫോർ ദിസ് ഈസ് ഓക്കെ. ഒരു പോയിന്റ് കൂടി എഴുതിക്കോ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് നോട്ട് സീൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് not seen. Example for this is Alternaria, Coletotrichum and Trichoderma. ഇത് മൂന്നുമാണ് ഈ ഡ്യൂട്രോമൈസിസിന് എക്സാമ്പിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഡിഫറെന്റ് ക്ലാസ്സസ് ഓഫ് ഫംഗൈൽ പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക്